തങ്കളാൻ എന്ന തമിഴ് പടം ഇന്നാണ് ഓഗസ്റ്റ് 15 തീയതി റിലീസ്. ഈ തങ്കളാൻ എന്ന വെച്ചാൽ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ ഓഫ് ഗോൾഡ് എന്നാണ്. ഇതൊരു പീരിയഡിക് മൂവിയാണ്. വിക്രമിൻ്റെ 61ാമത്തെ ചിത്രമാണ് ഈ ഒരു ചിത്രം. കുറച്ച് കാലം മുമ്പേ അനൗൺസ് ചെയ്തതാണ്. പീരിയഡിക് മൂവി എന്ന് പറഞ്ഞാൽ ഒരു 18-19 കാലഘട്ടത്തെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫിയും കൊള്ളാം, മ്യൂസിക്കും BGM ഒക്കെ ഗ്രാൻഡാണ്. നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്ത് പറ്റില്ല. ഇതിപ്പോൾ ഒരു ഓസ്കാർ ലെവൽ എന്നൊക്കെ പറയാമെങ്കിലും നാഷണൽ ലെവലിൽ എന്തായാലും ഇത് ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചിത്രമാണെന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. ഇപ്പോൾ ചിയാൻ അല്ലെങ്കിൽ വിക്രം എന്ന ഈ ഒരു നടൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ പശുപതി അഭിനയിച്ചിട്ടുണ്ട്, പാർവതി, പിന്നെ മാളവിക മോഹൻ, ഇപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയാൻ പറ്റിയ പെർഫോമൻസ് വിക്രമിൻ്റെയും മാളവിക മോഹൻ്റെയാണ്. ശരിക്കും ഇവർ തമ്മിലുള്ള ഒരു ആക്ടിങ് മത്സരമാണോ ഈ സിനിമ എന്ന് വരെ പറയേണ്ടിയിരിക്കുന്നു. അതേപോലെ നല്ല രസമായിട്ടാണ് അവർ രണ്ടുപേരും അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഈ 2024 ഇറങ്ങിയിരിക്കുന്ന തമിഴ് സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല തമിഴ് സിനിമ ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. നന്നായിട്ട് മേക്കിംഗ് നല്ല ചെയ്തിട്ടുണ്ട്. ഇത് രഞ്ജിത്ത് എന്ന സംവിധായകൻ്റെ പടമാണ്. ഇദ്ദേഹത്തിൻ്റെയാണ് കാവാലി, അങ്ങനെയുള്ള കുറേ പടങ്ങൾ. പക്ഷേ അടുത്ത കാലത്ത് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ കുറച്ച് പടങ്ങളൊക്കെ കുറച്ച് സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു തിരിച്ചുവരവായിരിക്കും മിക്കവാറും. അതുപോലെ ചിയാൻ അല്ലെങ്കിൽ വിക്രം എന്ന നടൻ്റെ കേസും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ അവസാനം ഇറങ്ങിയ 2 പടങ്ങൾ വലിയ കുഴപ്പമില്ലായിരുന്നു വിക്രമിൻ്റെ. പക്ഷെ അതൊരു പാർട്ട് 1 പാർട്ട് 2 എന്ന പോലെ ആയിരുന്നു വന്നിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു കംബാക്ക് ഫിലിമാണ് ഇത്, ഈ ഒരു തങ്കളാൻ എന്നുള്ള മൂവി. ഇത് നമ്മൾ നടക്കുന്നത് ഈ KGF കോളർ ഗോൾഡ് ഫീൽഡ് എന്നുള്ള സ്ഥലത്ത്. അത് 18-19 നൂറ്റാണ്ടിൽ ഈ ഗോൾഡ് അന്വേഷിച്ചിട്ട് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവിടെ അന്നത്തെ ഈ സപ്രസ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങളെ പരാമർശിക്കുന്ന ഒരു സംഭവമാണ് ഇതിലും കാണിക്കുന്നത്. ഇതിലെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ, കഥ മുഴുവനായിട്ട് പറയുന്നില്ല, എന്നാലും ഒരു ബ്രിട്ടീഷ് ജനറലിൻ്റെ കൂടെ ഈ വിക്രമിൻ്റെ കഥാപാത്രം ഗോൾഡ് അന്വേഷിച്ച് പോവുകയാണ് അവരുടെ തന്നെ വില്ലേജിൽ. അപ്പോൾ ആ ഗോൾഡ് കണ്ടെത്താൻ പോകുമ്പോൾ അവിടുത്തെ ഒരു ദുർമന്ത്രവാദിനി ഇവർക്ക് വിക്രമിനെതിരായിട്ട് വരികയാണ്. അപ്പോൾ ഈ വിക്രമിനെതിരായിട്ട് വരുന്ന ദുർമന്ത്രവാദിനി വിക്രമും തമ്മിലുള്ള സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ മാളവിക മോഹൻ്റെ ശരിക്കും നല്ല പെർഫോമൻസ് ആണ്. വിക്രമിൻ്റെ പിന്നെ പെർഫോമൻസ് അല്ലെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു എല്ലാ പടത്തിലും ഇദ്ദേഹം നന്നായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ പടങ്ങൾ അധികം ഹിറ്റാവാറില്ല. ഇപ്പോൾ അന്യൻ എന്നുള്ളൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവി പോയിട്ട് സ്വാമി അങ്ങനെയുള്ള കുറച്ച് പടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്ന പടങ്ങളൊന്നും ഇദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടില്ല. ശരിക്കും ഓരോ പടത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ശരിക്കും ത്യാഗം വരെ സഹിച്ചിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ വിക്രം. പക്ഷേ അതിൻ്റെ ഒരു ബലം നമുക്ക് സിനിമയിൽ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ വിജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഇത് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്കത് കണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ഫുള്ളി എൻഗേജ്ഡ് ആണ്. എല്ലാ രീതിയിലും നമ്മളെ ത്രസിപ്പിക്കുന്ന അല്ലെങ്കിൽ ടെൻഷൻ എടുപ്പിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് അങ്ങ് രസമാക്കി ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ ട്വിസ്റ്റൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ കണ്ടിരിക്കേണ്ട പടം തന്നെയാണ്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തിൻ്റെ ഒരു ഡയറക്ഷണൽ പെർഫോമൻസ് ശരിക്കും ഇതിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. മറ്റുള്ള പടങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഇദ്ദേഹം ശരിക്കും കുറച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾ മാത്രമല്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിക്രമിൻ്റെയും മാളവിക മോഹൻ്റെയും പെർഫോമൻസ് ആണ്. പാർവതി ഒക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരുമാണ്, ഈ മാളവിക മോഹനും വിക്രമാണ് നല്ല ഗ്രാൻഡായിട്ട് അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നത്. BGM ഒക്കെ നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ അങ്ങ് ആ ഒരു 18-19 നൂറ്റാണ്ടിലേക്ക് നമ്മളെ സിനിമ കൊണ്ടുപോയിട്ട് നമ്മളവിടെ എൻഗേജ് ചെയ്ത് ഇരുത്തി കാണിപ്പിക്കുന്നുണ്ട്. മ്യൂസിക്കും സോങ്സും ഒക്കെ നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ ആക്ഷനും എല്ലാം നന്നായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ കോസ്റ്റ്യൂംസ് എനിക്ക് കണ്ടിട്ട് നമ്മുടെ മലയാളത്തിലെ ഒരു ഗുരുവിൻ്റെ ഒരു കോസ്റ്റ്യൂംസിൻ്റെ അത് വേറെ കോസ്റ്റ്യൂംസാണ്, എന്നാലും ആ ഒരു പീരീഡും അത് പീരീഡല്ല, ആ ഒരു ഫീലൊക്കെ എനിക്ക് തോന്നി നമുക്ക് മലയാളത്തിൽ നിന്ന് കാണുമ്പോൾ. എന്തായാലും തമിഴ്നാട്ടിൽ ഇറങ്ങിയതിൽ ഇപ്പോൾ ഏറ്റവും നല്ല പടങ്ങളിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വളരെ നല്ലൊരു പടം തന്നെയാണ്. അത് കണ്ടിരിക്കേണ്ട പടം തന്നെയാണ്. തിയേറ്ററിൽ പോയി കണ്ടാലാണ് ശരിക്കും നമുക്ക് എഫക്റ്റ് കാണാൻ പറ്റുള്ളൂ. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. വളരെ നല്ലൊരു പടമാണ്. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം തന്നെയാണ് തങ്കളാൻ.